ഇടി വെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയായിട്ട് എൻ്റെ ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ വന്ന ഒരു വർക്കിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. കാരണം നമുക്ക് കൃത്യമായിട്ട് ഒരു അളവ് തന്നിട്ടുണ്ടായിരുന്നില്ല കസ്റ്റമർ. നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേച്ചിയുടെ അളവിൻ്റെ കൂടെ അനീത്തിക്ക് അതൊന്ന് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ അളവായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അനീത്തി എങ്ങനെയുള്ള ആളാണെന്ന് പോലും എനിക്കറിയുണ്ടായിരുന്നില്ല. ചേച്ചിയാണ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി കൊണ്ട് തന്ന് അനീത്തിക്കും അവർ രണ്ടുപേരും മാറി മാറി ഇടണമെന്നൊക്കെ പറയുന്നു. നമുക്കതിനെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയുന്നൂടാ. അപ്പോൾ ഇവർ മാറി മാറി ഇടുന്നുണ്ടെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് തയ്ക്കുമ്പോൾ നമ്മളൊരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അളവാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ കസ്റ്റമർ അത് കൃത്യമായിട്ടുള്ള അളവല്ല നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നമുക്കത് ഏകദേശം അതിലും വിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസ് ഇടാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളത് കസ്റ്റമറിന് അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ നമുക്കത് ഓക്കെ ആയിരുന്നു. അനീത്തിയുടെ ചെറിയൊരു ഓൾട്രേഷന് ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കസ്റ്റമർ അത് തന്നെ ഇട്ടിട്ട് പോയി എന്നാണ് നമ്മളോട് പറഞ്ഞത്. കാരണം കസ്റ്റമർ നമ്മളോട് മുന്നേ വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ഷോപ്പിൽ വരികയോ അതിട്ട് നോക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക, വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. ഈ ഞായറാഴ്ചയിലത്തെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളായിരുന്നു അവർക്ക്. എന്നാൽ തന്നെ കസ്റ്റമറിന് വലിയ കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു ഓൾട്രേഷൻ വന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും വീട്ടിലിരുന്നിട്ടായിരിക്കാം, ചിലർ ഷോപ്പ് ഇട്ടിട്ടിരിക്കണമായിരിക്കാം, അവിടെ ഇരിക്കുന്നവർക്കും കൂടിയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ ഇത്. കാരണം അവർ പറയുന്ന ചില ഇതുകളായിരിക്കും, നമുക്ക് അളവുകൾ മാറ്റേണ്ടി വരുമായിരിക്കും. നമുക്ക് അളവെടുത്ത് ചെയ്യുന്നതും അളവ് നമുക്ക് തന്നിട്ട് ചെയ്യുന്നതും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് വരണമെന്നില്ല. അപ്പോൾ അതുപോലെ കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഓക്കെയാണ്, ഇതിൽ ഓക്കെയാണ്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർ അറിയുന്നില്ല, നമുക്ക് ടൈലേഴ്സിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കണില്ല. കാരണം ഒരു അളവ് പറഞ്ഞു, ആ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് 100 കുറ്റങ്ങൾ കാണും. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് അവരുടെ ഒരാളുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ആ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ മൊത്തം അളവ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ അളവ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതതിന് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ പകുതി മുക്കാലും പ്രശ്നം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതോ എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. കൂടുതലും ടൈലേഴ്സിനെ ഞാൻ കണ്ടുവരുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും, മിക്കവരും ഇതൊക്കെ തന്നെ. എന്നിട്ട് പറയും ചേച്ചി അവിടെ ശരിയായില്ല, ചേച്ചി ഇവിടെ ശരിയായില്ല. ഇതൊക്കെ തന്നെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോണേ.